കോഴിക്കോട് താമരശ്ശേരിയിൽ ഫെയർവെൽ പാർട്ടിക്കിടെ സ്കൂൾ വിദ്യാർത്ഥികളുടെ മർദ്ദനമേറ്റ 10ാം ക്ലാസ്സുകാരൻ മരിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയായിരുന്ന 10ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഷഹബാസ് ആണ് മരിച്ചത്. ചേതൻ സാജൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ചേതൻ, ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുമ്പോൾ തന്നെ കുട്ടിയുടെ നില അതീവ ഗുരുതരമായിരുന്നു. കാരണം തലയ്ക്കടക്കം ഗുരുതരമായ പരിക്കേറ്റിരുന്നു. ആ ഒരു സംഭവം കൂടി മുൻനിർത്തിയായിരിക്കും ഇനിയുള്ള പോലീസിന്റെ നടപടികൾ. കാരണം അതെല്ലാം മരണകാരണമായി തന്നെ കണക്കാക്കേണ്ടിയിരിക്കുന്നു. അതെ, ഇനി പോലീസ് ചെയ്യാനുള്ളത് ഈ അക്രമ സംഘത്തിൽ ഉൾപ്പെട്ട മറ്റുപേര് ആരൊക്കെയാണെന്നാണ്. നിലവിൽ ഇപ്പോൾ 5 പേരെയാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുക്കുന്നത്. സ്വാഭാവികം 5 പേരല്ല, കൂടുതൽ പേരുണ്ട്. 15ഓളം പേർ ഈ MJ ഹയർ സെക്കൻഡറി സ്കൂളിൽ തന്നെ നിന്ന് ഈ വ്യാഴാഴ്ച ഈ അക്രമത്തിൽ എത്തി എന്നാണ് പോലീസിന്റെ നിഗമനം. അതുപോലെ തന്നെ അപ്പുറത്ത് താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളും ഉണ്ടാവും. ഇവരൊക്കെ തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. പ്രധാനമായും ഈ കയ്യേറ്റം നടക്കുമ്പോൾ ഉണ്ടായ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പിൽ ഉൾപ്പെട്ട മറ്റു അംഗങ്ങൾ ആരൊക്കെയാണ് ും പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും നിലവിൽ ഇപ്പോൾ 5 പേരെയാണ് പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഈ വ്യാഴാഴ്ച വൈകിട്ടോടുകൂടി തന്നെ ഈ ഷഹബാസ് കോമയിലാവുകയായിരുന്നു. പിന്നീട് ആരോഗ്യനില വളരെ അതീവ ഗുരുതരമായി തുടരുകയായിരുന്നു. ശേഷമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നതും കൂടുതൽ വിദഗ്ധ ചികിത്സ നൽകുന്നതും. പക്ഷേ ഇന്ന് 12:30 ഷഹബാസ് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ആര്യ, തീർച്ചയായും ട്യൂഷൻ സെന്ററിലെ ഫെയർവെൽ പാർട്ടിക്കിടെ ഉണ്ടായ ചെറിയ തർക്കമാണ് ഇത്തരത്തിൽ സംഘർഷത്തിലേക്ക് കലാശിച്ചത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഷഹബാസിനെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. പുലർച്ചെ 12:30 മരണം സ്ഥിരീകരിച്ചത്. ചേതൻ, ഈ സംസ്കാര ചടങ്ങുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ ലഭ്യമായിട്ടുണ്ടോ? ഇനി പോസ്റ്റ്മോർട്ടം നടപടികൾ ആണ്. അതിനുശേഷമാണ് നടപടികളിലേക്ക് കടക്കുക. ഈ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് അതിന്റെ ശേഷം മാത്രമേ ഈ സംസ്കാര നടപടികളുടെ സമയക്രമങ്ങളെ കുറിച്ചൊക്കെ ഈ ഘട്ടത്തിലൊക്കെ പറയാൻ സാധിക്കൂ. പക്ഷെ അത് അത്തരം വിവരങ്ങളൊന്നും നിലവിൽ വന്നിട്ടില്ല. ഈ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അക്കാര്യത്തിലൊക്കെ ധാരണയുണ്ടാവൂ. ആര്യ, ഈ കസ്റ്റഡിയിൽ ഇരിക്കുന്ന വിദ്യാർത്ഥികളുടെ മൊഴി പോലീസ് സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വിദ്യാർത്ഥികൾ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്? കൂടുതൽ പേർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണോ? നിലവിൽ 5 പേരെയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇവരുടെ അതായത് കൃത്യമായ തെളിവുകളൊക്കെ ശേഖരിച്ചാണ് ഇവരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇവരുടെ ഈ അക്രമത്തിന് പ്രോത്സാഹനം നൽകിയ ഈ ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പ് അടക്കമുള്ള ചാറ്റുകളെ മുൻനിർത്തിയാണ് ഇവരെ കസ്റ്റഡിയിൽ. സ്വാഭാവികമായും ആരൊക്കെയാണ് മറ്റ് ഈ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്, അതുപോലെ തന്നെ ഈ മർദ്ദനവുമായിട്ട് ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അതിനെയും കേന്ദ്രീകരിച്ച് അന്വേഷണമൊക്കെ ഉണ്ടാവും. ഏതായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ പേരെ കസ്റ്റഡിയിൽ എടുക്കാനാണ് സാധ്യത. ആര്യ, എന്തായാലും കോഴിക്കോട് താമരശ്ശേരിയിൽ വെൽഫെയർ പാർട്ടിക്കിടെ സ്കൂൾ വിദ്യാർത്ഥികളുടെ മർദ്ദനമേറ്റ 10ാം ക്ലാസ്സുകാരൻ മരിച്ചിരിക്കുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയായിരുന്ന 10ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഷഹബാസ് ആണ് മരിച്ചത്. വിദ്യാർത്ഥിയെ മർദ്ദിച്ച സംഭവത്തിലെ ഞെട്ടിക്കുന്ന ഇൻസ്റ്റഗ്രാം ചാറ്റും പുറത്തായിരുന്നു. കൂട്ടത്തല്ലിൽ മരിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ല, പോലീസ് കേസെടുക്കില്ല എന്നാണ് വിദ്യാർത്ഥികൾ തമ്മിൽ പറയുന്നത്. ചേതൻ സാജനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ചേതൻ, ഇനിയുള്ള പോലീസിന്റെ നടപടി ഈ സംഭവത്തിൽ ഉൾപ്പെട്ട മറ്റ് കൂടുതൽ ആളുകൾക്കായിട്ടുള്ള തിരച്ചിൽ അല്ലെങ്കിൽ കൂടുതൽ ആളുകളെ കൂടി കസ്റ്റഡിയിൽ എടുക്കുക എന്നതായിരിക്കും. ഈ വിദ്യാർത്ഥിയെ മർദ്ദിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങളെല്ലാം പോലീസ് കണ്ടെടുത്തു എന്നുകൂടി മനസ്സിലാക്കുന്നുണ്ട്. ആര്യ, നിലവിൽ 5 പേരെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. മറ്റു പ്രതികളെ കൂടുതൽ അറസ്റ്റിലേക്ക് എന്തായാലും ഉണ്ടാവും. കാരണം 15ഓളം വിദ്യാർത്ഥികളാണ് ഈ വ്യാഴാഴ്ച വൈകിട്ട് ഈ MJ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളാണ് അക്രമത്തിൽ പങ്കെടുത്തിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെയും 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളുണ്ട്. ഇവരുടെയൊക്കെ പോലീസ് എന്തായാലും കസ്റ്റഡിയിലെടുക്കുന്ന സാധ്യത പെട്ടെന്ന് ഉണ്ടാവുമെന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. കാരണം ഓൾറെഡി 5 പേരെ കസ്റ്റഡിയിൽ എടുത്തതിനാൽ ആരൊക്കെയാണ് തങ്ങളുടെ കൂടെ ഈ അക്രമത്തിൽ പങ്കുചേർന്നതെന്നുള്ള കാര്യങ്ങളടക്കം
ഇവർക്ക് പോലീസിനോട് വിശദീകരിക്കേണ്ടി വരും. അതുപോലെ തന്നെ നമ്മളെ ഏറ്റവും ഞെട്ടിക്കേണ്ട കാര്യം ഇവർ ഈ ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പിൽ പങ്കുവെച്ച വാക്കുകളൊക്കെ തന്നെയാണ്. അതായത് ഇയാളെ ഷഹബാസിനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊന്നിരിക്കും എന്നടക്കം തെളിയിക്കുന്നത് കൃത്യമായി ആസൂത്രണത്തോടെ ഷഹബാസിനെ കൊല്ലുമെന്നുള്ള കാര്യം വ്യക്തമാണ്. അപ്പൊ മോട്ടീവ് ഉണ്ട്. അതുപോലെ തന്നെ കൂട്ടത്തല്ലിൽ മരിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ല, പോലീസ് കേസ് എടുക്കില്ല എന്നുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ വിദ്യാർത്ഥികളുടെ അക്രമവാസന തന്നെയാണ്. അതുപോലെ തന്നെ ഇനി പോലീസ് കൂടുതൽ അറസ്റ്റിലേക്ക് നീങ്ങാനുള്ള സാധ്യതയും ഉണ്ട്. നിലവിൽ ജുവനൈൽ ജസ്റ്റിസ് നിയമപ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. പ്രതികളെല്ലാവരും 18 വയസ്സിൽ താഴെയുള്ളവരാണ്. അതുപോലെ തന്നെ ഇവരുടെ സ്വകാര്യത കാത്തു സൂക്ഷിക്കേണ്ട വലിയൊരു ബാധ്യതയും കൂടി ഉണ്ട്. നിലവിൽ ഇപ്പോൾ 5 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ പേരെ അറസ്റ്റ് ചെയ്യുന്നതായിരിക്കും. തീർച്ചയായും കൃത്യമായി ആസൂത്രണം ചെയ്തുള്ള സംഘർഷമായിരുന്നു നടന്നത്. ഈ വിദ്യാർത്ഥിയെ നേരിടാനായി ഇൻസ്റ്റഗ്രാം, വാട്സപ്പ് ഗ്രൂപ്പുകൾ വരെ മറ്റ് വിദ്യാർത്ഥികൾ ഉണ്ടാക്കിയിരുന്നു. നിർദ്ദേശങ്ങളെല്ലാം തന്നെ ആ ഗ്രൂപ്പിൽ നൽകുകയായിരുന്നു. ഇത്തരത്തിൽ കൊല്ലണമെന്ന കൃത്യമായ ഉദ്ദേശം വിദ്യാർത്ഥികൾക്കുണ്ടായിരുന്നു. അതിനാൽ തന്നെ കൃത്യമായ ആസൂത്രണം വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് ഓരോ ഘട്ടത്തിലും ഉണ്ടായിരുന്നു. തലയ്ക്ക് വരെ ഗുരുതരമായി പരിക്കേൽപ്പിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അതുകൂടി കണക്കിലെടുത്തായിരിക്കാം ഇനിയുള്ള പോലീസിന്റെ നടപടി. പ്രായപൂർത്തിയാവാത്തവരുൾപ്പെട്ട ഒരു കേസാണെങ്കിൽ കൂടി അതുകൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കാം പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നടപടി. അതെല്ലാം സാധൂകരിക്കുന്ന ഇൻസ്റ്റഗ്രാം ചാറ്റുകളും ഈ നിമിഷം പുറത്തു വന്നിട്ടുണ്ട്. പോലീസിനേറെ നിർണായകമായ ചില വിവരങ്ങൾ കൂടിയാണ് പുറത്തു വന്നത്. എന്തായാലും വിദ്യാർത്ഥിയുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. 12:30 കൂടിയാണ് വിദ്യാർത്ഥിയുടെ മരണം സ്ഥിരീകരിച്ചത്. ചേതൻ സാജനാണ് വിവരങ്ങൾ നൽകിയത്.